പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വിശ്വാസത്താൽ അധികമായ ഉറപ്പോടെ കാത്തിരിക്കുന്നതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നോക്കൂ, വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതിനാൽ നാം എന്തു ചെയ്യണം? ദൈവമായ കർത്താവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരും. ആ വരുവാനുള്ളതിനെ വിശ്വാസത്തോടെ നാം നോക്കി പാർക്കുന്നതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:24 പറയുന്നുണ്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പിന്റെ പ്രതീക്ഷയാണ് പ്രത്യാശ. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ ഫലം ഒരു മനുഷ്യന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9:10 പറയുന്നുണ്ട്, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും ചെയ്യുന്നു. ഇത് വേല ചെയ്യുന്നവര് അവരുടെ പ്രത്യാശയെ കുറിച്ചാണ് പ്രിയ ദൈവമക്കളെ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ഉഴുന്നവൻ ആശയോടെ ഉഴുന്നു. ഹല്ലേലൂയ. മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ ഹല്ലേലൂയ മെതിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരണം, എങ്ങനെയാകുമെന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ആകണമെന്നൊക്കെ ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള ആ പ്രത്യാശ ഹല്ലേലൂയ അത് കൈവിടാതെ നാം കാത്തു സൂക്ഷിക്കണം. പ്രിയ ദൈവമക്കളെ, വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതു വിധേനയും നമ്മെ തെറ്റിക്കുവാൻ പല വിധത്തിലും ദുഷ്ടൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുന്നവരായി പ്രത്യാശ കൈവിടാതെ ഹല്ലേലൂയ പ്രതീക്ഷ കൈവിടാതെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പോട് നിൽക്കുന്നവരായിരിക്കണം. ജീവിക്കുന്ന ദൈവത്തിലും ദൈവിക വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവിക പ്രമാണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:13 പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നോക്കൂ, ദൈവവിശ്വാസത്തിൽ നിന്ന് വേർപെടുത്തുവാൻ ആർക്കും കഴിയാത്തതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന സമയത്താണ് അബ്രഹാമിന് വാഗ്ദത്തം ലഭിച്ചത്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 4:18 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, അബ്രഹാം പ്രത്യാശ കൈവിട്ടില്ല. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ കഴിഞ്ഞാലും ആണ്ടുകൾ കഴിഞ്ഞാലും ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതിനൊക്കെ ഒരു കാത്തിരിപ്പ് ഹല്ലേലൂയ ആവശ്യമാണ്. ഹല്ലേലൂയ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:9 പറയുന്നുണ്ട്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3:3 പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം
കാത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ അങ്ങനെ ഹല്ലേലൂയ നമ്മെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല. പ്രിയ മക്കളെ, നാം വിശ്വാസത്തോടെ നിലനിൽക്കുകയാണെങ്കിൽ സാത്താന്റെ എല്ലാവിധ ദുഷ്ടപ്രവൃത്തിയിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ അകപ്പെടാതെ കാത്തു സംരക്ഷിക്കുന്ന അപ്പൻ എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ. കൂടാതെ കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ പലവിധമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം 2:25 പറയുന്നുണ്ട്, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. നോക്കൂ, യോഹന്നാൻ 17:3 പറയുന്നുണ്ട്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ അറിയുന്നതാണ് പ്രിയ മക്കളെ നിത്യജീവൻ. ഹല്ലേലൂയ. നിത്യജീവൻ എന്ന് പറയുന്നത് അന്തമില്ലാത്ത ജീവിതത്തെക്കാൾ അധികം. ഹല്ലേലൂയ. ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ ഓഹരിക്കാരായ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ജീവിത അനുഭവമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികൾ കർത്താവിന്റെ പക്കലാണുള്ളത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിക്കണം. അതിനു വേണ്ടി ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം ആരും നശിച്ചു പോകാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മുടെ അപ്പൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആരും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ യാഗമായിട്ട് ക്രൂശിൽ നൽകി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയരെ, ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. നമ്മെ പാപത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെ നേടിയെടുക്കുവാൻ ആ ഒരു ഹല്ലേലൂയ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ ഹല്ലേലൂയ നമ്മെ നേടിയെടുക്കുവാനാണ്. പ്രിയ മക്കളെ, നാം എത്രമാത്രം വിലയാണ് അതിന് കൊടുക്കുന്നതെന്ന് നാം തന്നെ ഒന്ന് ഓർത്തു നോക്കുക. ഹല്ലേലൂയ. നമുക്ക് ഓരോ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന ദൈവിക നന്മകൾ ഓരോന്നും നാം സ്വയമായി നേടിയെടുത്തതല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുന്നു എന്നുള്ളത് ദൈവിക വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ. അതുകൊണ്ട് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4:19 പറയുന്നുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. നോക്കൂ, മഹത്വത്തോടെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. പൂർണ്ണമായി തീർത്തു തരുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ ഹല്ലേലൂയ നോക്കി നിൽക്കെ തന്നെ നമുക്ക് വേണ്ടുന്ന വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് തരും. പ്രിയ മക്കളെ, പലപ്പോഴും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ താൻ ഹല്ലേലൂയ വല്ലാത്ത സ്ഥിതിയിലൊക്കെ ആയിത്തീർന്നിരിക്കാം. പക്ഷേ കർത്താപ്പച്ചൻ ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, മനുഷ്യർ തള്ളിയതെങ്കിലും തള്ളപ്പെടാത്ത ദൈവം ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഉള്ളം കരങ്ങളിൽ ഹല്ലേലൂയ വഹിച്ച് നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഉറച്ച് മുന്നേറുക. ഹല്ലേലൂയ. നമ്മെ ഒരിക്കലും കൈവിടാത്ത അപ്പൻ, കൈപിടിച്ച് നയിക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. നമ്മെ ചേർത്ത് പിടിക്കുന്ന അപ്പനാ. ഏതവസ്ഥയിലും ഹല്ലേലൂയ നമ്മോട് കൂടെ നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത കർത്താപ്പച്ചൻ വിശ്വസ്തനാണെന്ന് നമ്മൾ ഉറച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ നിത്യതയ്ക്ക്
അവകാശികളായി തീരുവാൻ നമുക്ക് സാധിക്കും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഉറച്ചു മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണമേ. ദൈവം ഓരോരുത്തരെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കണം കർത്താവെ. ഏതെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും അതിന്മേലെല്ലാം ഹല്ലേലൂയ പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപ ഓരോ മക്കൾക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവ് അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.